നമസ്കാരം STV ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. 2 മാസത്തെ വേനലവധിക്ക് ശേഷം പുതിയ അധ്യയന വർഷം ജൂൺ 1 മുതൽ ആരംഭിക്കും. ശുചീകരണ പ്രവൃത്തികൾ ഉൾപ്പെടെയുള്ള എല്ലാ ഒരുക്കങ്ങളും നടപ്പാക്കി പുതിയ അധ്യയന വർഷത്തെ വരവേൽക്കാൻ വിദ്യാലയങ്ങൾ സജ്ജം. പ്രവേശനോത്സവം സംഘടിപ്പിക്കുന്നത് ജില്ലാതലത്തിലും ഉപജില്ലാ തലങ്ങളിലും. കേരള പോലീസ് സംസ്ഥാന വ്യാപകമായി നടപ്പിലാക്കുന്ന മയക്കുമരുന്ന് വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി തൂഫാൻ ദ നാർക്കോ ഹണ്ട്, നമുക്ക് ലഹരിയുടെ വേരർ എന്ന ക്യാപ്ഷനുകളോടെ നെയിം സ്ലിപ്പുകൾ വിതരണം ചെയ്യും. പദ്ധതി നടപ്പിലാക്കുന്നത് തൃശൂർ റൂറൽ ജില്ലയിലെ 500ഓളം സ്കൂളുകളിൽ. അടിയന്തരമായി പോലീസിനെ വിളിക്കാനുള്ള എല്ലാ നമ്പറുകളും നെയിം സ്ലിപ്പിൽ. പാഞ്ഞാൾ ഉതുവടിയിൽ വീണ്ടും കാട്ടാനിറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു. വനംവകുപ്പിന്റെയും അധികാരികളുടെയും വീഴ്ചകൾക്കെതിരെ നാട്ടുകാരുടെ ശക്തമായ പ്രതിഷേധം. കാട്ടാന ശല്യം നേരിടാൻ മുൻപേ വിളിച്ചു ചേർത്ത യോഗം നടപടികൾ എടുക്കാതെ ചായ കുടിച്ച് പിരിയൽ യോഗമായെന്നും പ്രദേശനിവാസികൾ. പ്രവാസി വ്യവസായിയെ തോക്ക് ചൂണ്ടി തട്ടിക്കൊണ്ടുപോയ കേസിൽ 2 പേർ കൂടി അറസ്റ്റിൽ. ഇതോടെ ഈ കേസിൽ പിടിയിലായവരുടെ എണ്ണം 17ആയി. പ്രവാസിയിൽ നിന്ന് 70 കോടി മോചനദ്രവ്യം ലക്ഷ്യമിട്ടായിരുന്നു പദ്ധതി ആസൂത്രണം. കൊട്ടേഷൻ നൽകിയത് പ്രവാസിയുടെ അടുത്ത ബന്ധു. ഒറ്റപ്പാലം പാലപ്പുറത്തെ ഇഡലിയുമായി മോഷണത്തിനെത്തിയ കള്ളൻ വീടിൻ്റെ റൂഫിന് മുകളിലൂടെ നടക്കുന്നതിനിടെ ഷീറ്റ് തകർന്ന് താഴേക്ക് വീണ് മോഷണശ്രമം പാളി. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. 2 മാസത്തെ വേനലവധിക്ക് ശേഷം പുതിയ അധ്യയന വർഷം ജൂൺ 1 മുതൽ ആരംഭിക്കുന്നു. പുതിയ അധ്യയന വർഷത്തെ വരവേൽക്കാൻ വിദ്യാലയങ്ങൾ സജ്ജമായി. ശുചീകരണ പ്രവൃത്തികൾ ഉൾപ്പെടെയുള്ള വിദ്യാലയങ്ങളിൽ എല്ലാ ഒരുക്കങ്ങളും നടത്തിയിട്ടുണ്ട്. ജില്ലാ പ്രവേശനോത്സവവും അതത് ഉപജില്ലാതല പ്രവേശനോത്സവവും തിങ്കളാഴ്ച രാവിലെ നിശ്ചയിച്ച വിദ്യാലയങ്ങളിൽ നടക്കും. 2 മാസക്കാലം കളിച്ചും ചിരിച്ചും ഉല്ലസിച്ചും യാത്ര ചെയ്തുമൊക്കെ അടിച്ചു പൊളിച്ച വിദ്യാർത്ഥികൾ ഇനി വീണ്ടും വിദ്യാലയങ്ങളിലേക്ക്. പുതിയ അധ്യയന വർഷത്തെ വരവേൽക്കാൻ ഒരുങ്ങി വിദ്യാലയങ്ങളും. 2 മാസത്തെ വേനലവധിക്ക് ശേഷമാണ് ജൂൺ 1 തിങ്കളാഴ്ച മുതൽ പുതിയ അധ്യയന വർഷം ആരംഭിക്കാൻ പോകുന്നത്. ജില്ലാ കളക്ടറും വിദ്യാഭ്യാസ വകുപ്പും നിർദ്ദേശപ്രകാരം ശുചീകരണ പ്രവൃത്തികൾ, പെയിന്റിംഗ് പ്രവൃത്തികൾ അടക്കമുള്ള പ്രവർത്തനങ്ങൾ നടപ്പാക്കിക്കൊണ്ടാണ് വിദ്യാലയങ്ങൾ പുതിയ അധ്യയന വർഷത്തെ വരവേൽക്കാൻ സജ്ജമായിരിക്കുന്നത്. ഓരോ വർഷവും മികച്ച വിജയശതമാനം കൂട്ടുക എന്നതാണ് ഓരോ ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിദ്യാലയങ്ങളിലെ അധികൃതരുടെ ലക്ഷ്യം. ജില്ലാതല പ്രവേശനോത്സവവും അതത് ഉപജില്ലാതല പ്രവേശനോത്സവവുമാണ് സംഘടിപ്പിക്കുക. മണ്ണാർക്കാട് വിദ്യാഭ്യാസ ജില്ലയ്ക്ക് കീഴിലെ പൊറ്റശ്ശേരി വിദ്യാലയത്തിലാണ് ഇത്തവണ ജില്ലാതല പ്രവേശനോത്സവം നടത്തുക. ഷൊർണൂർ ഉപജില്ലാതല പ്രവേശനോത്സവം വടക്കേക്കര ALP സ്കൂളിലാണ് നടത്തുന്നത്. രാവിലെ 10-ന് P. മമ്മിക്കുട്ടി MLA ഉദ്ഘാടനം ചെയ്യും. നഗരസഭാ ചെയർപേഴ്സൺ P. നിർമ്മല അധ്യക്ഷയായിരിക്കും. ഷൊർണൂരിലുള്ള ടെക്സ്റ്റ് ബുക്സ് സ്റ്റോറിൽ ജില്ലയിലെ എല്ലാ വിദ്യാലയങ്ങളിലേക്കുള്ള പാഠപുസ്തകങ്ങളുടെ വിതരണവും പൂർത്തിയാക്കിയിട്ടുണ്ട്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കേരള പോലീസ് സംസ്ഥാന വ്യാപകമായി നടപ്പിലാക്കുന്ന മയക്കുമരുന്ന് വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി തൂഫാൻ ദ നാർക്കോ ഹണ്ട്, നമുക്ക് ലഹരിയുടെ വേരർക്കാം എന്ന ക്യാപ്ഷനോടുകൂടിയ നെയിം സ്ലിപ്പുകൾ വിതരണം ചെയ്യും. തൃശ്ശൂർ ജില്ലയിലെ 500 വിദ്യാലയങ്ങളിലാണ് കുട്ടികൾക്കായി ഇത്തരത്തിൽ നെയിം സ്ലിപ്പുകൾ വിതരണം ചെയ്യുക. സ്ലിപ്പുകളിൽ പോലീസ് സേവനം, അടിയന്തരമായി വേണ്ട എല്ലാ നമ്പറുകളും ക്രമീകരിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ ഭാവി വാഗ്ദാനങ്ങളായ വിദ്യാർത്ഥി സമൂഹത്തെ ലഹരിയുടെ കരാളഹസ്തങ്ങളിൽ നിന്നും സംരക്ഷിക്കാൻ ലക്ഷ്യമിട്ട് കേരള പോലീസ് സംസ്ഥാന വ്യാപകമായി നടപ്പിലാക്കുന്ന മയക്കുമരുന്ന് വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് തൂഫാൻ ദ നാർക്കോ ഹണ്ട് എന്ന പദ്ധതിക്ക് രൂപം നൽകിയിരിക്കുന്നത്. ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ലഹരി വിരുദ്ധ സന്ദേശങ്ങളും പോലീസിൻ്റെ അടിയന്തര ഹെൽപ്പ് ലൈൻ നമ്പറുകളും ആലേഖനം ചെയ്ത നെയിം സ്ലിപ്പുകളാണ് തൃശൂർ റൂറൽ ജില്ലയിലെ 500 സ്കൂളുകളിലെ കുട്ടികൾക്കായി വിതരണം ചെയ്യുന്നത്. സ്കൂൾ പ്രവേശനോത്സവത്തോടനുബന്ധിച്ച് കുട്ടികൾക്ക് ഇത്തരത്തിൽ ലഹരി വിരുദ്ധ സന്ദേശങ്ങൾ അടങ്ങിയ നെയിം സ്ലിപ്പുകൾ വിതരണം ചെയ്യുക എന്നത് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാർ IPSന്റെ ആശയമാണ്. പുസ്തകങ്ങളിൽ ഒട്ടിക്കുന്ന ഈ നെയിം സ്ലിപ്പുകൾ വഴി കുട്ടികളിലേക്കും അതുവഴി അവരുടെ കുടുംബങ്ങളിലേക്കും പോലീസിൻ്റെ സുരക്ഷാ സന്ദേശങ്ങൾ നേരിട്ടുമെത്തുന്നതിനാൽ ഇത് വിദ്യാർത്ഥികളിലും രക്ഷിതാക്കളിലും ഒരുപോലെ വലിയ സുരക്ഷാബോധവും ജാഗ്രതയും വളർത്താൻ സഹായിക്കും. ലഹരി മാഫിയയ്ക്കെതിരെ ശക്തമായ പോരാട്ടം നയിക്കുന്നതോടൊപ്പം കുട്ടികളുടെ മാനസിക ഉല്ലാസത്തിനും സുരക്ഷയ്ക്കും വേണ്ടി കേരള പോലീസ് നടപ്പിലാക്കുന്ന ചിരി ഹെൽപ്പ് ലൈൻ നമ്പർ 9497900200, ചൈൽഡ് ലൈൻ നമ്പർ 1098, സാമ്പത്തിക സൈബർ തട്ടിപ്പുകൾക്കെതിരെയുള്ള ദേശീയ സൈബർ ക്രൈം ഹെൽപ്പ് ലൈൻ നമ്പർ 1930, അടിയന്തര സാഹചര്യങ്ങളിൽ സഹായം നേരിടാനുള്ള പോലീസ് കൺട്രോൾ റൂം നമ്പർ 112 എന്നിവയും ഈ നെയിം സ്ലിപ്പുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ
അഴിമതിക്കെതിരെയുള്ള പ്രത്യേക പദ്ധതിയായ പ്രോജക്ട് സീറോയുടെ ഹെൽപ്പ് ലൈൻ നമ്പറായ 1064 നെയിം സ്ലിപ്പുകളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നത് ശ്രദ്ധേയമാണ്. വിദ്യാർത്ഥികളുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യം സംരക്ഷിക്കുക എന്നത് സമൂഹത്തിന്റെ നിലനിൽപ്പിന് തന്നെ അത്യാവശ്യമാണ്. ഇന്നത്തെ സമൂഹത്തിൽ മയക്കുമരുന്നും മാരകമായ രാസലഹരികളും വലിയ ദുരന്തങ്ങളാണ് വിതയ്ക്കുന്നത്. കൗതുകത്തിനു വേണ്ടി ഒരു തവണ മാത്രം ഉപയോഗിച്ചാൽ പോലും കടുത്ത അടിമത്തത്തിലേക്ക് നയിക്കുന്ന ഇത്തരം ലഹരി വസ്തുക്കൾ കുട്ടികളുടെ ഭാവിയും ജീവിതവും ഇരുളടഞ്ഞതാക്കി മാറ്റും. വിദ്യാലയങ്ങളെയും കലാലയങ്ങളെയും ഈ ലഹരി വിപത്തിൽ നിന്ന് പൂർണ്ണമായും മോചിപ്പിക്കാനാണ് തൂഫാൻ ദ നാർക്കോ ഹണ്ട് എന്ന പദ്ധതിയിലൂടെ കേരള പോലീസ് ലക്ഷ്യമിടുന്നത്. സ്കൂൾ പരിസരങ്ങളിലോ സമൂഹത്തിലോ ലഹരി ഉപയോഗമോ വിപണനമോ ശ്രദ്ധയിൽപ്പെട്ടാൽ പൊതുജനങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും വിവരങ്ങൾ ഉടനടി പോലീസിനെ അറിയിക്കാവുന്നതാണ്. ഇതിനായി പോലീസിന്റെ യോദ്ധാവ് വാട്സപ്പ് നമ്പറായ 9995966666 24 മണിക്കൂറും വിവരങ്ങൾ കൈമാറാം. ശബ്ദ സന്ദേശം, ടെക്സ്റ്റ്, ഫോട്ടോ, വീഡിയോ വഴി മാത്രം വിവരങ്ങൾ കൈമാറാൻ സാധിക്കുന്ന ഈ സംവിധാനത്തിലൂടെ വിവരങ്ങൾ നൽകുന്ന വ്യക്തിയുടെ പേരോ മറ്റ് വിശദാംശങ്ങളോ പൂർണ്ണമായും അതീവ രഹസ്യമായി സൂക്ഷിക്കുമെന്നും ലഹരിമുക്തമായ ഒരു നല്ല നാളേക്കായി എല്ലാവരും ഈ ക്യാമ്പയിനിൽ പങ്കാളികളാകണമെന്നും തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ IPS അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പാഞ്ഞാൽ ഉതുവടിയിൽ വീണ്ടും കാട്ടാന ഇറങ്ങി വ്യാപകമായ നാശം വിതച്ചു. വനംവകുപ്പിൻ്റെയും അധികാരികളുടെയും വീഴ്ചകൾക്കെതിരെ ശക്തമായ പ്രതിഷേധം ഉയരുകയാണ് ഇവിടെ. കാട്ടാന ശല്യം നേരിടാൻ മുൻപേ അധികാരികളുടെ യോഗം ചേർന്നെങ്കിലും ചായ കുടിച്ച് പിരിയാൻ നടത്തിയ യോഗമായിരുന്നു എന്ന് നാട്ടുകാർ കുറ്റപ്പെടുത്തുന്നു. പ്രശ്നത്തിൽ ശാശ്വത പരിഹാരം കാണാൻ കഴിഞ്ഞിട്ടില്ലെന്നും നാട്ടുകാർ പറഞ്ഞു. പാഞ്ഞാൽ പഞ്ചായത്തിലെ ഉതുവടിയിൽ കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയോടെയാണ് ജനങ്ങളെ ഭീതിയിലാഴ്ത്തി കാട്ടാന വീണ്ടും ഇറങ്ങിയത്. പ്ലാഴി വാഴക്കോട് സംസ്ഥാന പാതയോട് ചേർന്ന് കിടക്കുന്ന നെയ്യൻ വീട്ടിൽ റിൻസന്റെ വീട്ടുപറമ്പിലാണ് വന്യമൃഗം വൻ നാശനഷ്ടങ്ങൾ വരുത്തിയത്. വീടിന്റെ സംരക്ഷണ ഭിത്തി തകർത്ത കാട്ടാന പറമ്പിൽ കൃഷി ചെയ്തിരുന്ന നിരവധി വാഴകളും മറ്റ് കാർഷിക വിളകളും ചവിട്ടി മെതിച്ച് നശിപ്പിച്ചു. പ്രദേശത്ത് കാട്ടാന ശല്യം അതിരൂക്ഷമായിട്ടും പഞ്ചായത്തും വനംവകുപ്പും ഭരണാധികാരികളും നിസ്സംഗത തുടരുന്നതിനെതിരെ വൻ പ്രതിഷേധമാണ് ഇവിടെ ഉയരുന്നത്. സ്ഥിരമായി വന്യമൃഗശല്യം നേരിടുന്ന ഈ മേഖലയിൽ ശാശ്വത പരിഹാരം കണ്ടെത്താൻ ദിവസങ്ങൾക്ക് മുൻപ് പഞ്ചായത്ത് അധികൃതരും ജനപ്രതിനിധികളും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും ചേർന്ന് സംയുക്ത യോഗം ചേർന്നിരുന്നു. സോളാർ ഫെൻസിംഗ് സ്ഥാപിക്കാനും RRT, PRT എന്നിവയുടെ സേവനം കൂടുതൽ ശക്തമാക്കാനും യോഗത്തിൽ തീരുമാനമെടുത്തിരുന്നു. എന്നാൽ വെറും ചായ കുടിച്ച് പിരിയാൻ മാത്രമായി നടത്തിയ ആ യോഗത്തിന് ശേഷം ഒരു തുടർ നടപടിയും അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ലെന്ന് പ്രദേശവാസികൾ ഒരേ സ്വരത്തിൽ കുറ്റപ്പെടുത്തുന്നു. കഴിഞ്ഞ ദിവസം അതിരപ്പള്ളിയിൽ വീട്ടുപറമ്പിലെത്തിയ കാട്ടാനയെ തുരത്തുന്നതിനിടയിൽ ഒരു ഗൃഹനാഥൻ ദാരുണമായി കൊല്ലപ്പെട്ട സംഭവം ഇവിടെയുള്ള ജനങ്ങളുടെ ഭീതി ഇരട്ടിയാക്കിയിട്ടുണ്ട്. തങ്ങളുടെ ജീവനും സ്വത്തിനും യാതൊരു സുരക്ഷിതവുമില്ലാതെ അവസ്ഥയിലാണ് ഇപ്പോഴെന്ന് നാട്ടുകാർ പറയുന്നു. ഇനിയും വലിയ ദുരന്തങ്ങൾ സംഭവിക്കുന്നതിന് മുൻപ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് പ്രഹസനങ്ങളല്ല, മറിച്ച് സൗരവൈദ്യുതി വേലി ഉൾപ്പെടെയുള്ള യാഥാർത്ഥ്യ പ്രതിരോധ മാർഗങ്ങളാണ് ഉണ്ടാകേണ്ടതെന്നാണ് ജനങ്ങളുടെ ശക്തമായ ആവശ്യം. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പ്രവാസി വ്യവസായിയെ തോക്ക് ചൂണ്ടി തട്ടിക്കൊണ്ടുപോയ കേസിൽ 2 പേർ കൂടി അറസ്റ്റിൽ. മലപ്പുറം വണ്ടൂർ സ്വദേശികളായ പ്രവാസി വ്യവസായി മുഹമ്മദ് അലിയെ തോക്ക് ചൂണ്ടി തട്ടിക്കൊണ്ടുപോയ കേസിലാണ് അറസ്റ്റ്. കേസിൽ പിടിയിലായവരുടെ എണ്ണം ഇതോടെ 17 ആയി. 70 കോടി മോചനദ്രവ്യം ലക്ഷ്യമിട്ടായിരുന്നു പദ്ധതി ആസൂത്രണം ചെയ്ത്. പ്രവാസി വ്യവസായിയുടെ അടുത്ത ബന്ധുവാണ്. മലപ്പുറം എടവണ്ണ കൊളപ്പാടൻ വീട്ടിൽ മുഹമ്മദ് നിസാം, കോഴിക്കോട് കൊടുവള്ളി അഗായിൽ വീട്ടിൽ അബ്ദുൽ മനാഫ് എന്നിവരാണ് പിടിയിലായത്. കുറ്റകൃത്യം ഏകോപിപ്പിച്ചത് നിസാമാണെന്ന് പോലീസ് അറിയിച്ചു. പ്രതികളെ ഒളിവിൽ പോകാൻ സഹായിച്ചതിനാണ് മനാഫ് പിടിയിലായത്. ഇതോടെ കേസിൽ പിടിയിലായവരുടെ എണ്ണം 17 ആയി. കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കാളികളായവരും മുഖ്യ സൂത്രധാരനും ഉൾപ്പെടെ നേരത്തെ പിടിയിലായിരുന്നു. 70 കോടി രൂപ മോചനദ്രവ്യം ലക്ഷ്യമിട്ടിട്ടുള്ള കൊട്ടേഷനാണെന്നാണ് കണ്ടെത്തൽ. പരാതിക്കാരൻ്റെ അടുത്ത ബന്ധുവാണ് മുഖ്യ സൂത്രധാരൻ എന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. മലപ്പുറം പൂങ്കോട് സ്വദേശിയായ ഇയാൾക്ക് 65 ദിവസം ജയിൽവാസത്തിന് ശേഷം കോടതി ജാമ്യം അനുവദിച്ചിരുന്നു. ഇയാൾ വിദേശത്ത് കഴിയുന്ന ചിലർക്കാണ് കൊട്ടേഷൻ നൽകിയിരുന്നതെന്നും ഇവരുടെ നിർദ്ദേശപ്രകാരം നിസാം നാട്ടിൽ കാര്യങ്ങൾ ഏകോപിപ്പിച്ചെന്നും പോലീസ് പറഞ്ഞു. 2025 ഡിസംബർ 6 മലപ്പുറം വണ്ടൂർ സ്വദേശിയായ പ്രവാസി വ്യവസായി മുഹമ്മദ് അലിയെ ഒരു സംഘം തോക്ക് ചൂണ്ടി തട്ടിക്കൊണ്ടുപോയത്. മുഹമ്മദ് അലി സഞ്ചരിച്ചിരുന്ന ആഡംബരക്കാർ പിന്തുടർന്ന സംഘം തിരുമറ്റക്കോട്ട് നിന്നാണ് ആക്രമിച്ചത്. തട്ടിക്കൊണ്ടുപോയ ദിവസം രാത്രി കോതകൃഷിയിൽ കൊട്ടേഷൻ സംഘം പാർപ്പിച്ചിരുന്ന വീട്ടിൽ നിന്നാണ് മുഹമ്മദ് അലി രക്ഷപ്പെട്ടിരുന്നത്. ഇവർ മദ്യലഹരിയിൽ ഉറങ്ങിയ ഘട്ടത്തിൽ രക്ഷപ്പെട്ട് പുറത്തിറങ്ങിയ മുഹമ്മദ് അലിയെ നാട്ടുകാരും പോലീസും ചേർന്ന് വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ശരീരമാകെ പരിക്കേറ്റ മുഹമ്മദ് അലി ദിവസങ്ങളോളം ഇവിടെ ചികിത്സയിലായിരുന്നു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഒറ്റപ്പാലം പാലപ്പുറത്തെ ഇഡ്ഡലിയുമായി മോഷണത്തിനെത്തിയ കള്ളൻ വീടിൻ്റെ റൂഫിന് മുകളിലൂടെ നടക്കുന്നതിനിടെ ഷീറ്റ് തകർന്ന് താഴേക്ക് വീണ്
മോഷണശ്രമം പാളി. പാലപ്പുറം കൊട്ടാരപ്പാട്ടിൽ ശ്രീനിവാസിൻ്റെ വീട്ടിലാണ് മോഷണശ്രമം നടന്നത്. ശനിയാഴ്ച പുലർച്ചെ 1:45 വീട്ടിലെ നായ്ക്കൾ തുടർച്ചയായി കുരയ്ക്കുന്നത് കേട്ടാണ് വീട്ടുകാർ ആദ്യം ഉണർന്നത്. എന്നാൽ പിന്നീട് 3:45 വീണ്ടും നായ്ക്കൾ കുരച്ചപ്പോൾ വീട്ടുകാർ പുറത്തേക്ക് നോക്കുകയും ഒരാൾ നടന്നു പോകുന്നത് കാണുകയും ചെയ്തു. തുടർന്ന് സംശയം തോന്നി വീടിന്റെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് കയ്യിൽ ഒരു കവറുമായി ഒരാൾ നടന്നു പോകുന്ന ദൃശ്യം ശ്രദ്ധയിൽപ്പെട്ടത്. തുടർന്ന് നടത്തിയ വിശദമായ പരിശോധനയിലാണ് മോഷണ ശ്രമത്തിന്റെ വിവരങ്ങൾ പുറത്തുവന്നത്. വീടിന്റെ പുറകിലെ ഗോവണി വഴിയാണ് മോഷ്ടാവ് മുകൾ നിലയിൽ കയറിയത്. 2ാം നിലയിലൂടെ നടക്കുന്നതിനിടെ ജിപ്സം റൂഫിൽ ചവിട്ടുകയും റൂഫ് തകർന്ന് താഴേക്ക് വീഴുകയുമായിരുന്നു. 21 ഇഡ്ഡലികൾ അടങ്ങിയ കവർ അവിടെ തന്നെ ഉപേക്ഷിച്ചാണ് മോഷ്ടാവ് രക്ഷപ്പെട്ടത്. വീട്ടിൽ നിന്ന് സാധനങ്ങളൊന്നും തന്നെ നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് ഉടമസ്ഥൻ ശ്രീനിവാസൻ പറഞ്ഞു. ഒരു 1:45 നമ്മുടെ ഇവിടെ നായകര വിട്ടു. അപ്പം നമ്മളത് ശ്രദ്ധിച്ചില്ല. പിന്നെ രണ്ടാമതൊരു 3:45 നായകര കേട്ടപ്പോൾ നമ്മൾ CCTV നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരാൾ ഗേറ്റ് തുറന്ന് പുറത്തു പോകുന്നത് കണ്ടു. അപ്പം നമ്മൾ അപ്പോഴേക്കും വീട്ടിൽ എൻ്റെ മോനും ഭാര്യയൊക്കെ എണീച്ചിട്ടുണ്ടായിരുന്നു. ആളോട് നിൽക്കാൻ പറഞ്ഞ ആൾ അങ്ങനെ തിരിഞ്ഞോ കണ്ടുപോയി. പിന്നെ ഞങ്ങൾ CCTV ഒക്കെ നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഇയാൾ വരുമ്പോൾ കയ്യിലൊരു പൊതി ഉണ്ടായിരുന്നു. അത് ഇന്ന് കാലത്ത് നോക്കുമ്പോൾ ഇയാൾ വന്നിട്ട് ഡയറക്റ്റ് പിന്നിൽ നിന്ന് ഞങ്ങളുടെ ബാക്കിൽ നിന്ന് മുകളിലേക്ക് കയറാനുള്ള ഒരു കോണിയുണ്ട്. ആ കോണിയിൽ കയറിയിട്ട് ഫസ്റ്റ് ഫ്ലോർ കഴിഞ്ഞിട്ട് സെക്കൻഡ് ഫ്ലോറിൽ കയറിയിട്ട് അവിടെ ഈ പൊതി വെച്ചിട്ടുണ്ട്. ഇന്ന് കാലത്ത് പരിശോധിച്ചപ്പോൾ അതിൽ 21 ഇഡ്ഡലി ഇരിക്കുന്നുണ്ട്. അയാൾ അവിടുന്ന് ഇങ്ങനെ നടക്കാൻ നോക്കിയപ്പോൾ നമ്മളെ ജിപ്സം അടിച്ചൊരു ഫോൾ സീലിംഗ് ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ കൂടെ മൂപ്പര് താഴത്തേക്ക് വീണു. അങ്ങനെ എണീച്ച് പോയതായിരിക്കാം. പക്ഷെ പോണതിൻ്റെ മുന്നേ ആൾ വീടിൻ്റെ ചുറ്റി ഒരു 2-3 പ്രാവശ്യം ഒന്ന് റൗണ്ട് അടിച്ചു. അതിൻ്റെ ഉള്ളിൽ ആൾ പറയുന്നുണ്ട് അയ്യോ ഇവിടെ CCTV ഉണ്ടെന്ന്. അപ്പോൾ ഇയാൾ ഒറ്റയ്ക്കല്ല, കൂടെ ഒരു 1-2 പേര് ഉണ്ടായിരിക്കണമെന്നാണ് നമ്മുടെ ഒരു നിഗമനം. കള്ളനൊപ്പം മറ്റു ചിലരും സംഘത്തിലുണ്ടായിരുന്നുവെന്നാണ് സംശയിക്കുന്നത്. വീട്ടുടമസ്ഥന്റെ പരാതിയെ തുടർന്ന് ഒറ്റപ്പാലം പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് മോഷ്ടാവിനായുള്ള തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. അതേസമയം പോലീസിന്റെ എമർജൻസി നമ്പറിൽ ബന്ധപ്പെട്ടിട്ടും കൃത്യമായ ഇടപെടലുകൾ ഉണ്ടായില്ലെന്ന ആരോപണവും വീട്ടുടമസ്ഥൻ ഉന്നയിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. കാഞ്ഞാണിയിൽ പിക്കപ്പ് വാനും ബൈക്കും കൂട്ടിയിടിച്ച് 2 യുവാക്കൾക്ക് ദാരുണാന്ത്യം. 2 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ബൈക്ക് യാത്രക്കാരായ വാടനപ്പള്ളി സ്വദേശി കൊടുവത്ത് പറമ്പിൽ 17 വയസ്സുള്ള പ്രണവ്, വെങ്കിടങ്ങ് കരുവന്തല സ്വദേശി ചുക്കാശ്ശേരി വീട്ടിൽ 19 വയസ്സുള്ള അഭിമന്യു എന്നിവരാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു അപകടം. കാഞ്ഞാണി റോഡിൽ KSEB സബ്സ്റ്റേഷന് മുന്നിലെ ഇട റോഡിലേക്ക് തിരിഞ്ഞ പിക്കപ്പിൽ ബൈക്ക് ഇടിക്കുകയായിരുന്നു അത്രേ. ബൈക്കിലുണ്ടായിരുന്ന മറ്റൊരു യുവാവിനും പിക്കപ്പ് വാനിലുണ്ടായിരുന്ന ഒരാൾക്കുമാണ് പരിക്കേറ്റത്. ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ജനങ്ങളുള്ള അഹങ്കാരത്തോടെയുള്ള പെരുമാറ്റമാണ് ഇടതു സർക്കാരിന് തിരിച്ചടിയായതെന്ന് മന്ത്രി കെ തുളസി ടീച്ചർ പറഞ്ഞു. മണ്ണൂരിൽ UDF സംഘടിപ്പിച്ച സ്വീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. അവരോട് എല്ലാവരോടുമുള്ള ആ ജനാധിപത്യ വിശ്വാസികളായിട്ടുള്ള മുഴുവൻ വോട്ടർമാരോടുമുള്ള നന്ദിയും കടപ്പാടും ഈ അവസരത്തിൽ അറിയിക്കുന്നു. കാരണം പലപ്പോഴും കഴിഞ്ഞുപോയ സർക്കാരിനെ ജനങ്ങൾ ഏറ്റവും കൂടുതൽ വെറുത്തത് അവരുടെ കൈകളിലേക്ക് അധികാരം എത്തിച്ച ജനങ്ങളോട് ഏറ്റവും ധാർഷ്ട്യത്തോടെ അഹങ്കാരത്തോടു കൂടി സർക്കാർ പെരുമാറി എന്നുള്ളത് കൊണ്ടാണ് ഏറ്റവും വലിയ തിരിച്ചടി അവർക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നത്. കാരണം നമ്മുടെ കൈകളിലേക്ക് അധികാരവും പദവികളും എല്ലാം എത്തിക്കുന്നത് തെരഞ്ഞെടുപ്പിലൂടെ വോട്ട് ചെയ്ത് നമ്മുടെ നാട്ടിലെ ജനങ്ങളാണ്. അപ്പോൾ അവരെ ബഹുമാനിച്ചുകൊണ്ടും അവരോട് ആദരവോടുകൂടി പെരുമാറിക്കൊണ്ടും മാത്രമേ ഏതൊരു ഭരണാധികാരിക്കും ജനപ്രതിനിധിക്കും മുന്നോട്ട് പോകാനായിട്ട് സാധിക്കൂ. അപ്പോൾ അതിന് ഏറ്റവും മികച്ച ഉദാഹരണമായിരിക്കും ഇപ്പോൾ അധികാരത്തിലേറ്റ UDF സർക്കാർ എന്നുള്ളത് എല്ലാവരോടുമായിട്ട് പറയുകയാണ്. ഞാനും അതിൻ്റെ ഭാഗമാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു പെരുമാറ്റം ഞങ്ങളുടെ ആരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. പ്രത്യേകിച്ച് കോങ്ങാടിൻ്റെ പ്രതിനിധിയായി എന്നെ വിജയിപ്പിക്കുകയും അതുവഴി കേരളത്തിലെ മന്ത്രിസഭയിലേക്ക് എനിക്ക് എത്തിച്ചേരാനും അവസരമൊരുക്കിയ നിങ്ങളോട് എല്ലാവരോടുമുള്ള ബഹുമാനം നിലനിർത്തിക്കൊണ്ടുള്ള പെരുമാറ്റം അടുത്ത 5 വർഷം പ്രവർത്തനം നമുക്ക് ഒത്തൊരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകും. മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, നമ്മുടെ പെൻഷനൊക്കെ സമയബന്ധിതമായിട്ട് കൊടുക്കുമെന്ന് നമ്മുടെ സർക്കാർ നേരത്തെ ജനങ്ങളോട് പറഞ്ഞതാണ്. അത് സമയബന്ധിതമായിട്ട് കൊടുക്കാൻ ആദ്യത്തെ ക്യാബിനറ്റിൽ തന്നെ അതിന് വേണ്ട എല്ലാ നടപടികളും ചെയ്ത് അതിന് വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും നടപടികളും ഒക്കെ പൂർത്തീകരിച്ചതുമാണ്. പക്ഷെ നമ്മുടെ ഈ മണ്ണൂർ പഞ്ചായത്തിൽ 2 ഭരണസമിതികൾ, അതായത് ഒരേ ഭരണസമിതി ഭരിക്കുന്ന 2 ബാങ്കുകൾ, ആ 2 ബാങ്കുകളും അതിൽ വീഴ്ച കാണിച്ചു, അതും കുറ്റകരമായിട്ടുള്ള വീഴ്ച കാണിച്ചു എന്നുള്ള വസ്തുത നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. അപ്പൊ സംസ്ഥാന സർക്കാരിന്റെ ജനങ്ങളോടുള്ള സാമൂഹ്യ പ്രതിബദ്ധതയ്ക്ക് വിരുദ്ധമായി അങ്ങനെ പ്രവർത്തകരുടെയും നേതാക്കളുടെയും കഠിനാധ്വാനത്തിന്റെ ഫലമാണ് തന്റെ വിജയമെന്നും കക്ഷി രാഷ്ട്രീയവും കൊടിനിറവും നോക്കാതെ വോട്ട് ചെയ്ത നിരവധി പേരുണ്ട്. അവർക്ക് ഓരോരുത്തരും നന്ദിയുണ്ടെന്നും മന്ത്രി അറിയിച്ചു. പെൻഷൻ പെരുന്നാളിന് മുൻപ് കൊടുത്തു തീർക്കാനുള്ള അടിയന്തര ക്യാബിനറ്റ് യോഗം ചേർന്ന് എല്ലാ നടപടികളും സ്വീകരിച്ചിരുന്നു.
എന്നാൽ മണ്ണൂർ പഞ്ചായത്തിലെ CPM ഭരിക്കുന്ന 2 ബാങ്കുകളിൽ നിന്നും പെൻഷൻ വിതരണം പെരുന്നാളിന് മുൻപ് ഉണ്ടായില്ല. അവർ വീഴ്ച കാണിച്ചു. സാമൂഹ്യ പ്രതിബദ്ധതയ്ക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചവരെ അറുതി വരുത്താനുള്ള ആർജവം UDF സർക്കാരിനുണ്ടെന്നും നമുക്ക് കാണാമെന്നും മന്ത്രി പറഞ്ഞു. UDF ചെയർമാൻ PA സക്കറിയ അധ്യക്ഷത വഹിച്ചു. കോങ്ങാട് മണ്ഡലം UDF ചെയർമാൻ ശശികുമാർ സ്വീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു. കോങ്ങാട് മണ്ഡലം UDF ചെയർമാൻ സലാം തറയിൽ, കോങ്ങാട് ബ്ലോക്ക് പ്രസിഡന്റ് VK ഷൈജു, പറളി ബ്ലോക്ക് പ്രസിഡന്റ് C വിനയൻ, യൂത്ത് ലീഗ് സ്റ്റേറ്റ് കമ്മിറ്റി അംഗം അലി അക്ബർ, അലി അക്സ് മാസ്റ്റർ, ഖാദർ പന്നങ്കോട്, ഹക്കീം മാസ്റ്റർ, AVM ബഷീർ, KP മുനീർ, PK പുരുഷോത്തമൻ എന്നിവർ സംസാരിച്ചു. PM അൻവർ സാദിഖ് സ്വാഗതവും PK അശ്വജിത്ത് നന്ദിയും പറഞ്ഞു. മണ്ണൂരിലെത്തിയ മന്ത്രിയെ വിവിധ ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ ഹാരാർപ്പണം നടത്തി. തുടർന്ന് സദസ്സിൽ നിന്നും പ്രവർത്തകർ നൽകിയ നിരവധി നിവേദനങ്ങളും മന്ത്രി വാങ്ങി. എല്ലാവരോടും കൂടി നിന്ന് സെൽഫിയും എടുത്താണ് മടങ്ങിയത്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. മെഡിസിപ്പിലെ അപാധകൾ ഉടൻ പരിഹരിക്കണമെന്ന് പാലക്കാട് ജില്ലയിലെ വിരമിച്ച ഉറുദു അധ്യാപകരുടെ ജില്ലാ സംഗമം ആവശ്യപ്പെട്ടു. പത്തിരിപ്പാലയിൽ നടന്ന സമ്മേളനം ASO അബ്ദുൽ കരീം മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ഒരു റിട്ടയർഡ് സംഘടന സാധാരണയായി നിലകൊള്ളാറുള്ളത് അവരുടെ ഈ പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും DA വർദ്ധിപ്പിക്കലും അതിനൊക്കെ മറുപടി കൂട്ടാനും കുറേ കൂടി അതുകൂടി വാങ്ങിയെടുക്കാനും ഒക്കെയാണ്. അത് വേണം. പക്ഷേ അതോടൊപ്പം തന്നെ ഈ ഒരു കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന ഒരു സുഖമുണ്ടാകും. കുറച്ച് നേരത്തേക്കാണ് പഴയ കാലത്ത് ഓർമ്മകൾ അധ്യാപന ജീവിതത്തിൽ കടന്നുപെട്ടിയ സുഹൃത്തുക്കൾ അവരുടെ ജീവിതാനുഭവങ്ങൾ ഇപ്പം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളൊക്കെ പങ്കുവയ്ക്കാൻ PP മുഹമ്മദ് കുട്ടി മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. PT ഹൈദരലി മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി. അബ്ബാസ് മാസ്റ്റർ പ്രാർത്ഥന ചൊല്ലി. V രവീന്ദ്രൻ മാസ്റ്റർ അനുശോചന സന്ദേശം വായിച്ചു. AP അഹമ്മദ് സാലിഹ് മാസ്റ്റർ, KK ലീല ടീച്ചർ, V സൈനുദ്ദീൻ, നഫീസ ടീച്ചർ എന്നിവരെ ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു. KS അബ്ബാസ് മാസ്റ്റർ മണ്ണൂർ, അബു മാസ്റ്റർ, P കുട്ടിയാലി മാസ്റ്റർ, P സുലേഖ ടീച്ചർ, M ഖാലിദ്, K നഫീസ ടീച്ചർ, AS സിദ്ദിഖ് മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഷൊർണൂർ മഞ്ഞക്കാട് റിംഗ് റോഡ് റെസിഡന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു. ഷൊർണൂർ നഗരസഭ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് P നിർമ്മല സംഗമം ഉദ്ഘാടനം ചെയ്തു. ഷൊർണൂർ മഞ്ഞക്കാട് റിംഗ് റോഡ് റെസിഡൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിലാണ് SSLC+2 വിജയികളെ അനുമോദിക്കുന്നതിനായി ചടങ്ങ് സംഘടിപ്പിച്ചത്. ഞായറാഴ്ച രാവിലെ കുഴുക്കോട്ടുകാവ് ക്ഷേത്രാങ്കണത്തിലായിരുന്നു ചടങ്ങ്. ഷൊർണൂർ നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് P നിർമ്മല അനുമോദന സദസ്സ് ഉദ്ഘാടനം ചെയ്തു. പരീക്ഷയിലും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളിലും ഉന്നത വിജയം കൈവരിച്ചവരെ നഗരസഭയിൽ ആദരിക്കുക പതിവുണ്ട്. പക്ഷെ ഇതുപോലെ എല്ലാ പ്രദേശത്തുമുള്ള കുട്ടികളെ ആദരിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. ആ ഒരു പ്രവർത്തനം നടത്തുന്നത് ഞാൻ പറഞ്ഞതുപോലെ അതാത് ഭാഗത്തെ റെസിഡൻസ് അസോസിയേഷനുകളും അതുപോലെ വിവിധ ക്ലബ്ബുകളെല്ലാം തന്നെ ഇത്തരത്തിലുള്ള പരിപാടി നടത്തുന്നുണ്ട്. അവരെ ഞാൻ ഇങ്ങനെ ഇത്തരത്തിലുള്ള ഒരു പരിപാടി സംഘടിപ്പിച്ചു. തുടർന്ന് SSLC+2 വിജയികൾക്കുള്ള ഉപഹാരങ്ങൾ ചെയർപേഴ്സൺ P നിർമ്മല, കൗൺസിലർ മുഹമ്മദ് ആഷിഖ് തുടങ്ങിയവർ വിതരണം ചെയ്തു. ചടങ്ങിൽ റെസിഡന്റ് അസോസിയേഷൻ പ്രസിഡന്റ് വേണുഗോപാൽ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ കൗൺസിലർമാരായ മുഹമ്മദ് ആഷിഖ്, രജിത, റെസിഡൻസ് അസോസിയേഷൻ സെക്രട്ടറി ഹരിദാസ്, എക്സിക്യൂട്ടീവ് അംഗം പ്രദീപ്, എക്സിക്യൂട്ടീവ് അംഗവും വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഷൊർണൂർ യൂണിറ്റ് ജനറൽ സെക്രട്ടറിയുമായ VS സുദേശ്, മീന ടീച്ചർ, ശശികുമാർ തുടങ്ങിയവർ സംസാരിച്ചു. അനുമോദനം നേടിയ കുട്ടികൾ മറുപടി പ്രസംഗവും നടത്തി. ന്യൂസ് സെന്റർ ഷൊർണൂർ. പ്രധാന വാർത്തകൾ വീണ്ടും. 2 മാസത്തെ വേനലവധിക്ക് ശേഷം പുതിയ അധ്യയന വർഷം ജൂൺ 1 മുതൽ ആരംഭിക്കും. ശുചീകരണ പ്രവൃത്തികൾ ഉൾപ്പെടെയുള്ള എല്ലാ ഒരുക്കങ്ങളും നടപ്പാക്കി. പുതിയ അധ്യയന വർഷത്തെ വരവേൽക്കാൻ വിദ്യാലയങ്ങൾ സജ്ജം. പ്രവേശനോത്സവം സംഘടിപ്പിക്കുന്നത് ജില്ലാതലത്തിലും ഉപജില്ലാ തലങ്ങളിലും. കേരള പോലീസ് സംസ്ഥാന വ്യാപകമായി നടപ്പിലാക്കുന്ന മയക്കുമരുന്ന് വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി തൂഫാൻ ദ നാർക്കോ ഹണ്ട്, നമുക്ക് ലഹരിയുടെ വേരർ എന്ന ക്യാപ്ഷനുകളോടെ നെയിം സ്ലിപ്പുകൾ വിതരണം ചെയ്യും. പദ്ധതി നടപ്പിലാക്കുന്നത് തൃശൂർ റൂറൽ ജില്ലയിലെ 500ഓളം സ്കൂളുകളിൽ. അടിയന്തരമായി പോലീസിനെ വിളിക്കാനുള്ള എല്ലാ നമ്പറുകളും നെയിം സ്ലിപ്പിൽ. പാഞ്ഞാൾ ഉതുവടിയിൽ വീണ്ടും കാട്ടാനിറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു. വനംവകുപ്പിന്റെയും അധികാരികളുടെയും വീഴ്ചകൾക്കെതിരെ നാട്ടുകാരുടെ ശക്തമായ പ്രതിഷേധം. കാട്ടാന ശല്യം നേരിടാൻ മുൻപ് വിളിച്ചു ചേർത്ത യോഗം നടപടികൾ എടുക്കാതെ ചായ കുടിച്ച് പിരിയൽ യോഗമായെന്നും പ്രദേശനിവാസികൾ. പ്രവാസി വ്യവസായിയെ തോക്ക് ചൂണ്ടി തട്ടിക്കൊണ്ടുപോയ കേസിൽ 2 പേർ കൂടി അറസ്റ്റിൽ. ഇതോടെ ഈ കേസിൽ പിടിയിലായവരുടെ എണ്ണം 17ആയി.
പ്രവാസിയിൽ നിന്ന് 70 കോടി മോചനദ്രവ്യം ലക്ഷ്യമിട്ടായിരുന്നു പദ്ധതി ആസൂത്രണം. കൊട്ടേഷൻ നൽകിയത് പ്രവാസിയുടെ അടുത്ത ബന്ധു. ഒറ്റപ്പാലം പാലപ്പുറത്തെ ഇഡലിയുമായി മോഷണത്തിനെത്തിയ കള്ളൻ വീടിൻ്റെ റൂഫിന് മുകളിലൂടെ നടക്കുന്നതിനിടെ ഷീറ്റ് തകർന്ന് താഴേക്ക് വീണ് മോഷണശ്രമം പാളി. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.